ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വാവയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഫസ്റ്റ് മന്ത് ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ റോഡിൻ്റെ സൈഡിലൊരു ഒതുക്കിയിട്ടിട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. വാവ നല്ല ഉറക്കാണ്. ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങുമ്പോൾ ഉണരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണല്ലേ, നമ്മൾ ഒരുപാട് ദൂരമൊന്നും ഇല്ല. അടുത്ത് തന്നെയാണ്. ഇച്ചിരി അനവരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എണീക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. രാവിലെ ഉച്ചക്ക് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 6 മണിയായി. അതിപ്പോ പറഞ്ഞു എല്ലാ വ്ളോഗിലും ഉണ്ടാവും നമ്മുടെ സമയ കൃത്യനിഷ്ഠതയുടെ ഒരു സംഭവം. എണീക്കും, കരയും, പാലുടിയും. ഇച്ചിരി അലമ്പായിരുന്നു. ആളൊന്ന് ഓക്കെ ആയി, കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് പതിയെ ട്രാവൽ ചെയ്യാന്ന് കരുതി വെയിറ്റ് ചെയ്തതാ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ 6:12 രാത്രി ഈവനിങ്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം പരിപാടികളൊക്കെ എന്താണെന്ന്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ശ്രീലക്ഷ്മി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങൾ ലേറ്റായി. ശ്രീലക്ഷ്മിയാണെന്ന് ഫോട്ടോ എടുക്കുന്നത്. ആൾക്ക് ലിറ്റിൽ വിങ്സ് ബൈ ശ്രീലക്ഷ്മി എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ഇതിപ്പോൾ അവർ ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോ ആണ്. അവർക്ക് അത്യാവശ്യം പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെ ആയിട്ടാണ് ശ്രീലക്ഷ്മിയുടെ ഈ സ്റ്റുഡിയോയും വീടും വരുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സംസാരിക്കുന്നത് ഇന്നാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കമ്പനിയായി. അല്ലൂട്ടൻ ഇപ്പോൾ നല്ല ഉറക്കാണ്, പക്ഷേ ഉണരാനുള്ള ശ്രമമൊക്കെ ആൾ നടത്തുന്നുണ്ട് കേട്ടോ. എന്താവും ഷൂട്ടിൻ്റെ ഒരു അവസ്ഥ എന്നറിയില്ല. ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആളുടെ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴേക്കും വാവ ഉണർന്നു. ശ്രീലക്ഷ്മി അപ്പോഴേക്കും മാസ്ക് ഒക്കെ വെച്ച് വന്നു. ശരത്തേട്ടൻ വാവയുടെ ഡ്രസ്സൊക്കെ മാറ്റുകയാണ്. ശരത്തേട്ടന് ഇങ്ങനെ വാവയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്നിലും കൈ കടത്തേണ്ട ആവശ്യമില്ല, ആൾ തന്നെ ചെയ്യും. കംപ്ലീറ്റ്ലി ഞങ്ങൾ അപ്പിട്ട് നാട്ടിച്ചിവിടെ. ഷൂട്ടിന് മുന്നേ എല്ലാം അവൻ പുറത്ത് കളഞ്ഞ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ അല്ലേ. കാറിൽ നിന്ന് ഇറങ്ങാൻ കാത്തിരുന്ന് പാമ്പിലൊരു തുള്ളി പോലും പറ്റിയിട്ടില്ല. പാമ്പി നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പാമ്പേഴ്സിലൊരു തുള്ളി പോലും ഇല്ല. പാമ്പേഴ്സ് ഊരിയപ്പോൾ തന്നെ എല്ലാം അവൻ അൺലോഡ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 3 കോസ്റ്റ്യൂമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ കോസ്റ്റ്യൂം നമ്മളൊരു യെല്ലോ ഡ്രസ്സാണ്. ഞാനാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ശ്രീലക്ഷ്മി എനിക്ക് കുറേ ഓപ്ഷൻസൊക്കെ തന്നു. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കോസ്റ്റ്യൂമായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൽ 1 മന്ത് എന്ന് പറയുന്നൊരു റൈറ്റിംഗ് വരുന്നൊരു റൗണ്ട് ബോർഡ്, അത് ഞാൻ നേരത്തെ മുതൽ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് ശ്രീലക്ഷ്മിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആൾ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കമന്നൊക്കെ കിടത്തുന്നത് ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ശരത്തേട്ടന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീലക്ഷ്മി അത് നന്നായി ഹാൻഡിൽ ചെയ്തു. ആൾക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നിട്ടോ, കമന്നിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ. എന്തു പറയാനാ, ഒരു പാവം ഇങ്ങനെ ഉറക്കത്തിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും ഭാവിക്ക് അറിയില്ല. കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടൻ എല്ലാ ആംഗിളിൽ നിന്നും നോക്കുന്നുണ്ട് വാവ ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, സേഫ് ആണോ എന്നൊക്കെ. ആൾക്കൊരു സമാധാനം കിട്ടുന്നില്ല ഇങ്ങനെ കമന്ന് കിടക്കുന്നത് കണ്ടിട്ട്. പക്ഷെ അവൻ നല്ല ഉറക്കമായിരുന്നു. അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ക്യാപ്പൊക്കെ എടുക്കുന്നു, വയ്ക്കുന്നു, മാറ്റുന്നു, അതൊന്നും ആളറിയുന്നുണ്ടായിരുന്നില്ല. അവൻ വളരെ ഹാപ്പി ആയിട്ട് ഉറങ്ങുകയാണ്. ഈ കോസ്റ്റ്യൂം കഴിഞ്ഞ് നമ്മൾ 2 കോസ്റ്റ്യൂമും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ആൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് പോസിബിൾ ആണോ 3 എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആദ്യം നമ്മൾ വാവയുടെ ഫേസ് റിവീൽ ചെയ്യാതെയാണ് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോർഡൊക്കെ വെച്ച് മറിച്ചിട്ടൊക്കെയാണ് നമ്മൾ 1 മന്തിൻ്റെ ഇട്ടത്. വാവയുടെ കയ്യിലിരിക്കുന്ന ഈ ടെഡീനെ കണ്ടോ? ഇത് കാണുമ്പോൾ എനിക്ക് മിസ്റ്റർ ബീൻ്റെ കയ്യിൽ ടെഡീനെ ഓർമ്മ വരും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരത്തേട്ടൻ അവിടെ പുഷപ്പൊക്കെ എടുത്ത് കാണിക്കുന്നു. ഞാൻ ഓർത്തത് എന്താ പറ്റിയേ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ശരത്തേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനുമായിട്ട് അവിടെ എക്സസൈസൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ നോക്കി ഇന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശ്രീലക്ഷ്മി ഇവിടെ വാവേനെ നമ്മളിങ്ങനെ സ്വാഡിൽ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുവാണ്. നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ള ബേബി ഷൂട്ട്സ് കണ്ടിട്ടില്ലേ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ നേരം നിന്ന് എൻ്റെ നടുവിൻ്റെ ഇടപാട് ഏകദേശം തീരാറായി വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കും അയ്യോ പാവം കുട്ടി, അവൻ കുറേ നേരമായിട്ട് ഉറങ്ങുന്നല്ലോ എന്ന്.
അല്ല, നിങ്ങൾക്ക് തെറ്റി. ഒരു 100 വട്ടം എണീറ്റ് ഫീഡ് ചെയ്ത് വീണ്ടും ഉറക്കി എണീറ്റ് ഫീഡ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആ ഫുൾ ഷൂട്ട് എടുത്തത്. അപ്പോഴേക്കും ആൾ വീണ്ടും ഉണർന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ വീണ്ടും റാപ്പ് ചെയ്യാൻ തുടങ്ങി. ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ബാക്കിലിങ്ങനെ നടക്കുന്നത്. ആളാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ 3 പേരും കൂടെയുള്ള ഫോട്ടോ എടുക്കുന്നത് ആളാണ്. അതിനുവേണ്ടി വാവേനെ വീണ്ടും റാപ്പ് ചെയ്ത് ശക്തിയുടെ കയ്യിൽ കൊടുത്തു. നമ്മൾ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഡ്രീം ക്യാച്ചർ ആര്യ ഒഫീഷ്യൽ എന്ന അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കണേ. സമയം വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. 11:23 ആയിട്ടോ. ഞങ്ങളെല്ലാവരും ടയേർഡായി. വാവ അതിനേക്കാളേറെ ടയേർഡായി ഉറങ്ങിപ്പോയി. എനിക്ക് കുറേ നേരം നിന്നിട്ട് ഇങ്ങനെ ബാക്ക് പെയിനൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ നിർത്തി. പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യാൻ സമയം 11:25 നൈറ്റ്. അപ്പോഴാണ് നമ്മൾ പാക്കപ്പ് ആയിരിക്കുന്നത്. പാക്കപ്പായി കഴിഞ്ഞു. മഴയാണ് മഴയാണ്. എനിക്ക് ഞാൻ കാറിങ്ങോട്ട് എടുക്കാം. റിവേഴ്സ് എടുക്കാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. കുറച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ആവും. അങ്ങനെ ഗുഡ് നൈറ്റും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നെക്സ്റ്റ് മന്ത് കാണാം, നെക്സ്റ്റ് മന്ത് ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് പിരിക്കും. എത്ര മണി? ഈ സമയത്താണ് നമ്മൾ വീട്ടിലെത്തുന്നത്. വാവ നല്ല ഉറക്കം, പാവം, നല്ല ക്ഷീണമുണ്ടാവും. അവനെ കൊണ്ട് കിടത്തി. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചട്ടേടം പോകും വീട്ടിൽ. ഞങ്ങൾ കിടന്ന് ഓടുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും അല്ലേ? ഉടനെ നമ്മുടെ ഡ്രീം ക്യാച്ചർ ആര്യ ഒഫീഷ്യൽ എന്ന അക്കൗണ്ടിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ബട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ അപ്പോൾ ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി ഒരു വ്ളോഗായിട്ട് കാണാം. ടാറ്റാ ബൈ. അമ്മയും മുന്നോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പാവങ്ങൾ ഉറക്കം ഉളച്ച് സ്വത്തുമണീനെ എന്നെയും കാത്തിരിക്കുകയായിരുന്നു അമ്മ. അടുത്ത വീഡിയോ വരുമ്പോഴത്തേനെ കാണാനായിട്ട് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ ബൈ. ടാറ്റാ.